മാധവിക്കുട്ടിയുടെ മനോഹരമായ ഒരു ബാലസാഹിത്യ കഥയാണ് നെയ്പായസം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഹൃദയസ്പർശിയായ ഒരു കഥയാണിത്. ഈ കഥയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് 5Bയിലെ ഹിബ അൻസാരി. MGM റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന ചെറുകഥ. നെയ്പായസം ഒരു പ്രതീകമാണ്, അമ്മയുടെ സ്നേഹത്തിന്റെ പ്രതീകം. ചുരുങ്ങിയ തോതിൽ ശവദഹനം നടത്തി സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം. ആ പട്ടണത്തിൽ അയാളുടെ വിലയറിയുന്നവർ 3 കുട്ടികൾ മാത്രമേയുള്ളൂ. അവർ അയാളെ അച്ഛൻ എന്നാണ് വിളിക്കാറുള്ളത്. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. മൂടിപ്പുതച്ച് കിടന്നാൽ പറ്റുമോ ഉണ്ണിയെ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതൊരു ഈശ്വരനാമം പോലെ അയാൾ മന്ത്രിച്ചു. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിലെ ഇടത്തരക്കാർ താമസിച്ചിരുന്ന ഒരു ചെറിയ തെരുവിലാണ്. 1-ാം നിലയിൽ 3 മുറികളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു മുറിയുടെ മുന്നിൽ കഷ്ടിച്ച് 2 ആൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി വളരും. അയാൾ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തലതിരിഞ്ഞു വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ. അവളോട് അകാരണമായ ദേഷ്യം തോന്നി. എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ടാണല്ലോ അവൾ പോയത്. ഇനി ആരാണിവരെ കുളിപ്പിക്കുക? ആരാണ് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിപെടുമ്പോൾ പരിചരിക്കുക? എൻ്റെ ഭാര്യ മരിച്ചു. അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. ഭാര്യ ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ല ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്. ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചു. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവൻ ഇത്ര വേഗം ഇതെല്ലാം മറന്നു. ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ച് മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചു. അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? ഇല്ല. അയാൾ അടുക്കളയിൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ചപ്പാത്തി, ചോറ്, ഉരുളൻകിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, പിന്നെ ഒരു സ്ഫടികപാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിറയുണ്ടാക്കാറുള്ള നെയ്പായസം. മരണത്തിന്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിത്തരാം, ഇതൊക്കെ തണുത്തിരിക്കും, അയാൾ പറഞ്ഞു. അച്ഛാ, ഉണ്ണി വിളിച്ചു. അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറിയില്ലേ? സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? അമ്മ വരും, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു. 2 കിണ്ണങ്ങൾ. ബാലനെ വിളിക്കേണ്ട, അവൻ ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛാ, നെയ്പായസം, രാജൻ പറഞ്ഞു. അവൻ ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി. അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേലിരുന്നു. ഉണ്ണി വിളമ്പിക്കൊടുക്കോ? അച്ഛന് വയ്യ, തലവേദനിക്കുന്നു. അവർ കഴിക്കട്ടെ. ഇനി ഒരിക്കലും അവൾ ഉണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു. കുറെ നിമിഷങ്ങൾക്കു ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, അമ്മ അസല് നെയ്പായസം ഉണ്ടാക്കിയത്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്നും മറച്ചു വെക്കുവാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. ഹൃദയത്തെ ഇത്രമേൽ സ്പർശിച്ച ചെറുകഥകൾ അപൂർവമാണ്.
ഓരോ വായനക്കാരൻ്റെയും ഇടനെഞ്ചിലേക്ക് നോവുകൾ തീർത്തുകൊണ്ടാണ് ഇതിലെ ഓരോ വരികളും കടന്നുപോയത്. നന്ദി, നമസ്കാരം.